വർഷങ്ങളായി ഇന്ത്യൻ ഇന്റർനെറ്റ് ബിസിനസ്സിൽ നേട്ടമിട്ടിരുന്ന ഇലോൺ മസ്കിന്റെ കാര്യങ്ങൾ കൂടുതൽ എളുപ്പമായി തുടങ്ങിയിരിക്കുകയാണിപ്പോൾ. ഉറ്റ ചങ്ങാതിയായ ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടതോടെ എവിടെ ട്രംപുണ്ടോ അവിടെയൊക്കെ മസ്കും ഉണ്ടെന്ന സ്ഥിതിയാണിപ്പോൾ നിലനിൽക്കുന്നത്. അതിനുള്ള ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് സാറ്റലൈറ്റ് ലേലത്തിന് പകരം അലോക്കേഷൻ രീതിയിൽ വിതരണം ചെയ്യുമെന്ന കേന്ദ്ര വാർത്താ വിനിമയ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയുടെ പ്രസ്താവന. ഇത് വന്നിട്ട് ദിവസങ്ങൾ കുറേയായി. എങ്കിലും ട്രംപിന്റെ അവരോഹണത്തോടെ ഇന്ത്യൻ ടെലികോം മേഖലയിൽ ചൂടുപിടിച്ച ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഈ തീരുമാനം മസ്കിന്റെ ഏറ്റവും അനുകൂലവും ജിയോ, എയർടെൽ എന്നീ ഇന്റർനെറ്റ് ഭീമന്മാർക്ക് വലിയ തിരിച്ചടിയുമാണ് യഥാർത്ഥത്തിൽ. തീരുമാനം പുനഃപരിശോധിക്കണം എന്നാവശ്യപ്പെട്ട് റിലയൻസ് ട്രോയെ സമീപിച്ചു കഴിഞ്ഞതായും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. 6500ഓളം ഉപഗ്രഹങ്ങളിലൂടെയാണ് മസ്കിന്റെ സ്റ്റാർലിങ്ക് ആഗോളതലത്തിൽ ശരവേഗത്തിൽ ലോകത്തിന്റെ മുക്കിലും മൂലയ്ക്കും ഇന്റർനെറ്റ് വിതരണം ചെയ്യുന്നത്. ഈ കാരണങ്ങൾ കൊണ്ടാണ് മസ്കിനോട് മുട്ടുമ്പോൾ ഇന്ത്യൻ കമ്പനികൾക്ക് പ്രതിസന്ധികൾ ഉണ്ടാകുന്നത്. സ്പെക്ട്രം ലേലം ചെയ്യാതെ കുറഞ്ഞ നിരക്ക് നിശ്ചയിച്ച് ആഗോള സമ്പ്രദായമനുസരിച്ച് നൽകാൻ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചാൽ കുറഞ്ഞ എൻട്രി കോസ്റ്റ് മസ്കിന് ഇന്ത്യയിൽ പ്രവേശിക്കാനും സാധിക്കും. മാത്രമല്ല, കുറഞ്ഞ നിരക്കിൽ ഇന്റർനെറ്റ് സേവനം നൽകാൻ ഇത് സ്റ്റാർലിങ്കിനെ പ്രാപ്തമാക്കുകയും ചെയ്യും. ഇതിനനുസരിച്ച് നിരക്ക് കുറച്ചില്ലെങ്കിൽ ജിയോയുടെയും എയർടെലിന്റെയും കുത്തകയ്ക്ക് വലിയ തിരിച്ചടിയായിരിക്കും കിട്ടുക. മാത്രമല്ല, മസ്കിനോട് മുട്ടി മുക്കിനും മൂലയിലും ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് എത്തിക്കണമെങ്കിൽ ജിയോയ്ക്കും എയർടെലിനും വലിയ മുതൽ മുടക്ക് നടത്തുകയും വേണമെന്നതാണ് യാഥാർത്ഥ്യം. അങ്ങനെ ചെയ്താലും പുതിയ ബിസിനസ് കിട്ടുമെന്ന് യാതൊരുവിധ ഉറപ്പുമില്ല. അതേസമയം മറ്റു രാജ്യങ്ങളിൽ നടപ്പിലാക്കിയ പ്രൈസിംഗ് സിസ്റ്റമാണ് മസ്ക് ഇന്ത്യയിലും നടപ്പിലാക്കുന്നതെങ്കിൽ ജിയോയേക്കാളും ഉപഭോക്താക്കൾക്ക് ചിലവേറിയതാകും സ്റ്റാർലിങ്കിന്റെ ഇന്റർനെറ്റ് എന്നത്. എന്നാൽ ഇന്ത്യൻ ഉപഭോക്താക്കളെ കയ്യിലെടുക്കാൻ കുറഞ്ഞ നിരക്ക് മസ്ക് അവതരിപ്പിച്ചാൽ ഇതിലും കളിമാറും.